ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കണ്ണിൽ നോക്കി പ്രണയം കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഒരാളുടെ കണ്ണിൽ നോക്കിയിട്ട് അവർക്ക് നമ്മളെ ഇഷ്ടമാണോ അല്ലേ എന്നൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർക്കും റിലേഷൻഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് അവർ കണ്ണുകളിൽ തന്നെ നോക്കിയിട്ട് ആ ആൺകുട്ടി പുരുകൊക്കെ പൊക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആൺകുട്ടിക്ക് ആ പെൺകുട്ടീനെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ നടുക്കാണ്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റും നിറയെ ആൾക്കാർ നിൽക്കുകയാണ്. എന്നിട്ട് പോലും ഒരാൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ 5 സെക്കൻഡ് കൂടുമ്പോഴും ആരെങ്കിലുമൊക്കെ നിങ്ങളെ തന്നെ തിരിഞ്ഞോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് നിങ്ങളെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഒരു 5 സെക്കൻഡ് കൂടുമ്പോൾ അവരിങ്ങനെ തിരിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് അവർ നോക്കിയിരിക്കും. അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നടന്നു പോകുകയാണ്, ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നു പോകുകയാണ്. അങ്ങനെ നടന്നു പോയി നിങ്ങൾ അവരെ പാസ് ചെയ്യുന്നത് വരെ ആരെങ്കിലും നിങ്ങളെ തന്നെയാണ് നോക്കിക്കൊണ്ട് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും വേറെ ഒരാളൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ചിരിക്കുകയാണ്. ആ ചിരിക്കുന്ന അത്രയും സമയവും എപ്പോഴും നിങ്ങളുടെ കണ്ണിലേക്ക് മാത്രം നോക്കി ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കണ്ണിലേക്ക് മാത്രം നോക്കി ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാധാരണ എല്ലാവരെയും നോക്കുന്നതിലും കൂടുതലായിട്ട് ആരെങ്കിലും നിങ്ങളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്ന ഒരാൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നിങ്ങളെ തന്നെ നോക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട, ഒരു കാര്യമില്ലാതെ ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ നോക്കുന്നുണ്ട്, നിങ്ങൾ അയാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണിൽ ഒരു എന്നുമില്ലാത്ത രീതിയിലുള്ളൊരു തിളക്കം, ഒരു സന്തോഷമൊക്കെ അവരുടെ ഫേസിലുണ്ട്, ആ കണ്ണുകൾക്കൊരു തിളക്കമൊക്കെ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളായിട്ട് സംസാരിക്കുന്ന ടൈം മുഴുവനും നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഒരാൾ ഇരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, പല ഡയറക്ഷനിൽ നോക്കുന്നുണ്ട്, എങ്കിൽ പോലും അയാൾ നിങ്ങളുടെ കണ്ണിലേക്ക് മാത്രം നോക്കിയിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നോക്കിയിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനിയിപ്പോൾ ഒരാൾ ഷൂവിൻ്റെ ലേസൊക്കെ കെട്ടുകയാണ്, നിങ്ങൾ എണീറ്റ് നിൽക്കുകയാണ്, എങ്കിൽ പോലും അയാൾ ഷൂസിൻ്റെ ലേസൊക്കെ കെട്ടിക്കൊണ്ട് നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ കണ്ണുകൾ കൊണ്ട് നിങ്ങളോട് പ്രണയം അറിയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.